അജിതമ്മയുടെ നല്ല ചൂടിലാണ്, ഭയാനകമായ ചൂടിലാണ് പുള്ളിക്കാരത്തി ഉള്ളത്. മിക്കവാറും പ്രശ്ന. പക്ഷെ അത് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി പറയുന്ന കണക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല കേട്ടോ. കൃത്യമായ കാര്യങ്ങൾ വിശകലനം ചെയ്ത് പറയുന്നുണ്ട്. ആരുടെ ഭാഗത്താണ് ന്യായം അന്യായം എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ പുള്ളിക്കാരത്തി പറയുന്നതിൽ ഒരുപാട് കഴമ്പുണ്ട്. ഇതിലിപ്പോൾ 6 പ്രതികൾക്കാണ് പണിഷ്മെൻറ്റ് വരാൻ ചാൻസ് എന്നാണ് കേട്ടോ. എനിക്ക് ഷുവർട്ടി ഇല്ല. കാരണം ഈ പറയുന്ന TB മിനിയാണ് ഇതിൻ്റെ ആളെങ്കിൽ ഒരിക്കലും ഇതിനകത്ത് നീതി ഉള്ള ഒരു ഇത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇവന്മാർ തന്നെ മണ്ടന്മാരാണല്ലോ. റേപ്പും ചെയ്തിട്ട് വീഡിയോയും ഉണ്ടാക്കി തെളിവും ഉണ്ടാക്കി വെച്ച പടുമണ്ടന്മാരാണല്ലോ. ആ പെൺകുട്ടി അനുഭവിച്ച വിഷമം അസാധ്യം. അത് ഓവർകം ചെയ്യാൻ അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം. മാത്രമല്ല തൻ്റെ പേരെവിടെയും പറയുന്നതിനോ താനാണതെന്ന് പറയുന്നതിനോ ഒന്നും ബുദ്ധിമുട്ട് അവർ കാണിക്കുന്നില്ല. അപ്പം ഈ അജിത ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഞ്ജു വാര്യർക്ക് എഗൻസ്റ്റായിട്ട് ദിലീപ് പോവുകയാണെങ്കിൽ അത് വലിയ പ്രശ്നത്തിന് വഴിതിരിക്കുമെന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം. പിന്നെ രണ്ടാമത് ഇപ്പോൾ മഞ്ജു വാര്യർക്കെതിരെ ദിലീപ് പറഞ്ഞിരിക്കുന്നു. ഒരൊറ്റ കാര്യമാണ് എനിക്ക് ദിലീപിനോട് നേരിട്ട് തന്നെ പറയാനുള്ളത്. മഞ്ജു വാര്യരെ തൊട്ട് കളിച്ചാൽ കേരളത്തിലെ സ്ത്രീകളോ കേരളത്തിലെ ജനങ്ങളോ ദിലീപിന് വിടില്ല. ദിലീപിന് ഒരിക്കലും സമാധാനം കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അതൊന്ന്. രണ്ടാമത്, ഇതിവിടെ തീർന്നിട്ടില്ല. ഹൈക്കോടതി, സുപ്രീം കോടതി എവിടെയൊക്കെ കിടക്കുന്നുണ്ട് കാര്യങ്ങൾ. അവിടെ അങ്ങോട്ട് ജയിക്കും എന്ന് ഉറപ്പിക്കൊന്നും വേണ്ട. ഈ ജയം മാറി മറിഞ്ഞുകൂടായികയില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കളിക്കാൻ. അതിനേക്കാൾ നീ ഇപ്പോൾ ഈ തരത്തിൽ എന്തെങ്കിലും തരത്തിൽ അക്രമം സ്വന്തം ഫാൻസിനെ കൊണ്ടോ ഗുണ്ടകളെ കൊണ്ടോ പണം കൊടുത്തിട്ടും അല്ലാതെയും ഒക്കെ, ഫാൻസ് പറഞ്ഞാൽ ഒരു ആരാധകരാണല്ലോ. അപ്പോൾ അവരെ ഇളക്കി വിട്ടിട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും തിരിച്ചടിക്കും. ആ കളിക്ക് ദിലീപ് നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാം. തീർച്ചയായിട്ടും മഞ്ജുവിന് എഗൻസ്റ്റ് ആയിട്ട് ഇനി ദിലീപ് ഇറങ്ങുകയാണെങ്കിൽ അത് ദിലീപിന്റെ പതനത്തിലേക്കായിരിക്കും. ഈ പതനമല്ല കേട്ടോ, വല്ലാത്തൊരു പതനത്തിലേക്കായിരിക്കും. ഒന്നാമത്തെ കാര്യം, ഇവരുടെ വിവാഹബന്ധം വേർപെടുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ കണ്ടതാണ്. അത്രയും പ്രാണവേദനയോടെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന മഞ്ജുവിനെ നമ്മൾ കണ്ടതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും, ഇപ്പോൾ കുഞ്ഞിനെ കിട്ടാത്തതിൻ്റെയോ അല്ലെങ്കിൽ ബന്ധം വേർപെട്ടതിൻ്റെയോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും വല്ലാത്തൊരവസ്ഥയായിരുന്നു ആ പെൺകുട്ടി. അത് ഓവർകം ചെയ്യാൻ അവൾക്ക് ധൈര്യം കിട്ടി. അവളെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. നമ്മൾ വളരെ വാം വെൽക്കം ചെയ്തു. അത് അവൾ ഓവർകം ചെയ്തു. ഇപ്പോൾ അവൾ അവളുടെ വഴിക്ക് നിൽക്കുകയാണ്. പക്ഷേ ദിലീപ് കോടതി വിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം പറഞ്ഞ പേര് മഞ്ജുവിൻ്റെതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റവാളിയാണെന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ട് സാധിച്ചു. ഒരു പക്ഷേ ഇയാൾ പുറത്തേക്ക് വന്നൊന്ന് പൊട്ടിക്കരയുകയാണ് ചെയ്തിരുന്നെങ്കിൽ റിവേഴ്സ് അടിച്ചേരാം. നമുക്ക് പോലും ദയ തോന്നും. ശരിയായിരിക്കാം, അയാളുടെ ഒരു 9 വർഷം നഷ്ടപ്പെടുത്തിയതിൻ്റെ വേദനയായിരിക്കും അയാൾ വന്ന് പൊട്ടിക്കരയുകയാണല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഇയാൾ വന്നിട്ട് ആ ധാർഷ്ട്യം, 9 വർഷം നിങ്ങളൊക്കെ സംസാരിച്ചില്ല, ഇനി ഞാൻ സംസാരിക്കട്ടെ എന്തത് സംസാരിക്കത്തില്ലേ? ഒരു അക്യൂസ് ആയിരുന്നില്ലേ? അത് ആളുകൾ പറയത്തില്ലേ? പ്രത്യേകിച്ച് വാർത്താ ഏജൻസികൾ അത് പറയത്തില്ല. അത് അവരുടെ റൈറ്റ്സ് അല്ലേ? ഇനി അത് പോരാതെ അടുത്ത ഡയലോഗ് ഇതായിരുന്നു, മഞ്ജു പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറ്റാരോപിതരായത്. ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന്. മഞ്ജു ആയിരുന്നോ കോടതി? അല്ല, മഞ്ജു ആയിരുന്നോ പോലീസുകാർ? ഒന്നുമല്ല. അവൾക്ക് തോന്നി അതൊരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന്. കാരണം അന്ന് നടന്ന സംഭവത്തിൽ വ്യക്തമായി എര പറയുന്ന കാര്യം അതാണ്. ഇത് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നതാണ്, ഈ കൊട്ടേഷൻ്റെ ഫലമായിട്ട് നിൻ്റെ വിവസ്ത്രയാക്കപ്പെട്ട ഇത് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറയണത്. അതും പോരാതെ റേപ്പും നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് എന്നുള്ളത് അവൾ മൂലം വിവരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ആ വിവരണമാണ് മഞ്ജു വാര്യരൊക്കെ എടുത്തു പറഞ്ഞത്. അതാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് ഇയാൾ പറയുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ എന്തുമാത്രം പകയുണ്ടെന്ന് ആലോചിച്ചു. കാനപ്പകയും കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവനെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് അജിത പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന പെണ്ണുങ്ങൾ സ്ട്രോങ് ആയി തന്നെ ഉണ്ടാകണം, മഞ്ജു വാര്യർക്കൊപ്പം തന്നെ ഉണ്ടാകണം. പക്ഷേ എന്നാൽ പോലും എനിക്ക് മഞ്ജുവിനോട് പറയാനുള്ളത് എന്തെന്നറിയാമോ? നമുക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്ന കണക്ക് ആരും സംസാരിച്ചിട്ടും കാര്യമില്ല. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കണക്ക് മറ്റാരും പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന കണക്ക് വേറെ ആരും സ്നേഹിക്കത്തില്ല. അത് മനസ്സിലാക്കുക. ഇനിയും മൗനം വെടിയുകയാണ് വേണ്ടത്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടന്നതെന്ന് ജനത്തിനോട് പറയണം. അത്രയെങ്കിലും ഒരു ഇത് നിങ്ങൾ കാണിക്കണം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. അയാൾ ഏതെങ്കിലും രീതി നിങ്ങൾക്ക് കിട്ടുന്ന പണിത ശേഷം ആ പണിയിൽ നിന്ന് സേവാകാൻ വേണ്ടി നിങ്ങൾ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഇത് മുമ്പ് ഉർവശി പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊന്ന് പ്ലേ ചെയ്യും. അത് ഞാൻ കണ്ടിരുന്നു. പക്ഷെ കുഞ്ഞാറ്റ വരും, ഞങ്ങളുടെ മക്കള്, എല്ലാ മക്കളും, ഞങ്ങളുടെ ചേട്ടത്തിമാർ എല്ലാവരും
അനിയന്റെയും ഒക്കെ മക്കൾക്ക് ഇവിടെ വരാനാണ് ആഗ്രഹം. അത് ഞങ്ങൾ എതിർക്കില്ല, നല്ല വേഷമാണെങ്കിൽ. പിന്നെ വാർത്താസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എല്ലാ കാലത്തും അത് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? അവള് ജനിക്കുന്നതിന് മുമ്പും അതിനൊക്കെ മുൻപും ഞാൻ ഈ കഴിവൊക്കെ കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയ എന്താ പറയുന്നേ. നമസ്കാരം. അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. അങ്ങനെ ഞാൻ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊരു അഭിപ്രായം അയാളുടെ വായിൽ നിന്ന് വരുമെന്നായിരിക്കും മഞ്ജു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാത്താനാണ് അതെന്ന് നമുക്കും ബോധ്യപ്പെട്ടു, മഞ്ജുവിനും അറിയാം. ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയുക. മകൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് അവഹേളിക്കപ്പെടുന്ന ഒരു മാതൃത്വമുണ്ട്. അതിനെങ്കിലും ഒരു മറുപടി അവനവൻ പറയേണ്ടത് അവനവൻ തന്നെ പറയണം. പിന്നെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആക്രമിക്കപ്പെടാൻ വല്ല ചാൻസും ഉണ്ടെന്ന്. അതിജീവിതയോ മഞ്ജുവിനെയോ ദിലീപ് ആക്രമിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ പണി മീൻസ് ചതിക്കും, അത്രേ ഉള്ളൂ. ഡയറക്റ്റ് അവൻ ചെയ്യത്തില്ല. അവന് ഡയറക്റ്റ് പരിപാടിയൊന്നും അറിയത്തില്ല. അവയെല്ലാം ഇൻഡയറക്റ്റ് കളികളാണല്ലോ. അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നതിനപ്പുറം വേറൊരു മൊണ്ണേ ഉണ്ടാവത്തില്ല. അജിത കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പണ്ടത്തെ നക്സലാണ്. ഇപ്പോഴവർക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എങ്കിൽ പോലും പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്നവർ പറയുമ്പോൾ അവരതുപോലെ കൺസേൺ ചെയ്യുമെന്നായിരിക്കും. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, നോട്ട് ഷുവർ, എന്നാലും പറയുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കാതിരിക്കുക എന്നുള്ളത് മര്യാദ ആണ്. പിന്നെ ഇതിനകത്ത് കുറേയധികം പേരുണ്ട് കൂറുമാറാതിരുന്ന സാക്ഷികൾ. സത്യം പറഞ്ഞാൽ അവർക്ക് താങ്ക്സ് പറയണം. അതിൽ റിമി ടോമി ആയിരുന്നാലും, പിന്നെ മഞ്ജു വാര്യർ കൂറുമാറിയിട്ടില്ല, മുകേഷ് കൂറുമാറിയിട്ടില്ല, കുഞ്ചാക്കോ ബോബൻ, മറ്റൊരു പെൺകുട്ടിയുണ്ട് സുനിതയോ അങ്ങനെ എന്തോ ഒരു പെണ്ണുണ്ട്, ഒരു രഞ്ജിയോ അവരുണ്ട്, കുറേ പേരുണ്ട്. അതിനകത്ത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആൾ മാത്രം മരണപ്പെട്ടു. അയാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തെളിവ്. പുള്ളി കണ്ടിരുന്നു ഇയാളുടെ വീട്ടിൽ ഇയാൾ തൊട്ടടുത്തിരിക്കുമ്പോഴാണ് ആ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടത് എന്നാ പറഞ്ഞേ. അപ്പം ഈ പറഞ്ഞ സംഗതി അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം അയാളുടെ കയ്യിലേക്ക് എത്തിയെങ്കിൽ അയാൾക്ക് അത്രയും വാസ്ത അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ വാദിക്കുന്ന ഒരു ന്യായം. സത്യമായിരിക്കാം, അല്ലെങ്കിൽ അയാൾ കണ്ട കാര്യം അയാൾ വിളിച്ചു പറയത്തില്ലേ. അയാൾ മരണപ്പെട്ടു, അയാൾ പക്ഷെ മരണമൊഴിയൊക്കെ ആയിരിക്കും. അയാൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ മരണമൊഴിയായിട്ട് തന്നെ ആയിരിക്കും സൂക്ഷിക്കുക. എന്ത് തന്നെ ആയിരുന്നാലും ഇതിനകത്ത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മുൻപോട്ട് പോയി ജാമ്യാപേക്ഷ അപ്പീൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി മുൻപോട്ട് പോയി അപ്പീൽ കൊടുത്ത് അതിന് വീണ്ടും എന്തെങ്കിലും രീതിയിൽ ഈ പറയുന്ന വക്കീലിനെയൊക്കെ മാറ്റി നല്ല പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ്. അത് നടന്നാൽ നടന്നു. അത് അങ്ങനെ നടന്നില്ല എങ്കിലും മറ്റ് കേസുകളെ പറ്റിയൊക്കെ ഇവർ പറയുന്നുണ്ട്, സൂര്യനെല്ലി അത് ഇതെന്നൊക്കെ. ഞാൻ ബൈ ദ വേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പരാമർശിച്ചത് ഒരു കാര്യം APP ആയിരുന്നു TP മിനി എന്നാണ്. ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ കരുതിയിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ പിന്നെ ഇൻ്റർവ്യൂസാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഇവർ പറയുന്ന സൂര്യനെല്ലി കേസ് ഞാനായിരുന്നു. പിന്നെ ഞാൻ 1 by 1 ആയിട്ട് പോയി സെർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ കരുതി ഇവരും ഉണ്ടായിരിക്കും അതിനകത്ത് ഇൻവോൾവ്ഡ് ആയിരുന്നിരിക്കാം. ആക്ച്വലി ഇവർ പുറത്തുനിന്നുള്ള വക്കീലാണ്, അവർ റിക്വസ്റ്റ് ചെയ്ത് ആഡ് ചെയ്തതാണ്. APP ആയിട്ട് മറ്റൊരാളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതെനിക്കൊരു വലിയ കമൻറ്റ് ഇട്ട ഒരാളാണ് അത് എൻ്റെ അടുത്ത് മെൻഷൻ ചെയ്തത്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, അതെനിക്ക് എൻ്റെ കയ്യിൽ നിന്നൊന്നൊരു പിഴവാണ്. സത്യത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. ഇവർ ഇങ്ങനെ പൊങ്ങല് പറച്ചിലാണല്ലോ, ഞാനാണ് ആ കേസ് ഞാനാണ് വാദിച്ചത്, ഈ കേസ് ഞാനാണ് വാദിച്ചത്. സാധാരണ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റാണ് വാദിക്കുക. അപ്പോൾ നമ്മൾ പിന്നെ അതിനകത്ത് സാക്ഷികൾ മാത്രമാണ്. എന്നെ ഒരുത്തൻ ഉപദ്രവിച്ചു എന്ന് വെക്കുക, ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് ഏറ്റെടുത്താൽ അത് ഗവൺമെൻറ്റാണ് പിന്നെ വാദിക്കുന്നത്. നമ്മൾ വെറും ഒരു സാക്ഷി മാത്രമായി മാറ്റപ്പെടും. ഗവൺമെൻറ്റും പ്രതിയുമായിട്ടാണ് പിന്നെ ഫൈറ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഗവൺമെൻറ് അപ്പീലിന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് സപ്പോർട്ടീവായിട്ട് ഒരു വക്കീലിനെ വയ്ക്കാം. ഒരു കാരണവശാലും TP മിനിയെ അവിടെ കൊണ്ടാക്കരുത്, മാറ്റി നിർത്തുക. നല്ല ഏബിളായ ടാലൻ്റായ ഒരാളെ കൊണ്ട് നിർത്തുക, മനസാക്ഷിയുള്ള ഒരാളെ കൊണ്ട് നിർത്തുക. അങ്ങും ചാടി ഇങ്ങും ചാടി കണ്ടം ചാടി നിൽക്കുന്നതിനൊന്നും വിശ്വസിക്കാനേ പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു പ്രോബ്ലത്തിൽ എത്ര പേരുടെ സമയം, എത്ര പ്രശ്നങ്ങൾ, എത്ര പേരുടെ ജീവിതം ഒക്കെയാണ് ഇങ്ങനെ ചാഞ്ചാടുന്നതും പന്താടുന്നതെന്ന് ആലോചിച്ച് നോക്കും. പിന്നെ ഈ 6 പേര്, ഇവന്മാർ 6 പേരും തീർച്ചയായിട്ടും
തൂക്കി കൊല്ലാൻ വിധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് ഇവന്മാരൊന്ന് പുറത്തിറക്കി കിട്ടിയ ജനം കൈകാര്യം ചെയ്തോളും. അതാണ് ശരിക്കുള്ള പണിഷ്മെൻറ്റ്. പൊതുസമൂഹം കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും നല്ല പണിഷ്മെൻറ്റ്. കല്ലെറിഞ്ഞ് തീർക്കണം. നീ ഗുണ്ടകളാക്കി മക്കളെ വളർത്തുന്നവരാണ്. അവർ കൊണ്ടുതരുന്ന ആഹാരം നിങ്ങൾ കഴിച്ച് തിന്ന് കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, ഒരു കാലം അല്ലെങ്കിൽ മറ്റൊരു കാലം ഈ കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് ആയുസ് അങ്ങറ്റം വരെ കിട്ടത്തില്ല. പൾസർ സുനിയുടെ അമ്മ പലപ്പോഴും വന്ന് പല സ്റ്റേറ്റ്മെൻറ്റും പറയുന്നത് എനിക്ക് അത്രയുടെ പുച്ഛവും വെറുപ്പും അറപ്പുമാണ്. മകൻ ചെയ്ത ചെയ്ത്തെന്താണെന്ന് തള്ളയ്ക്ക് വല്ല ഓർമ്മയുണ്ടോ എന്തോ, സപ്പോർട്ടും പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടക്കുകയാണ്. ചില അമ്മമാർ അങ്ങനെ ഉണ്ട്. എത്ര ഇതുണ്ടായാലും നേരം വെളുക്കാത്ത കുറേ വൃത്തികെട്ട ജന്തുക്കൾ. എന്നാലും ദിലീപ് കാണുന്നുണ്ടെങ്കിൽ പൊന്നു ദിലീപ് ഉണ്ടോ നീ സൂക്ഷിച്ചോ കേട്ടാ. കാരണം ഇത് ചേച്ചി ആരാണെന്ന് അറിയാമല്ല, വെറുതെ തല കഴുത്തിലിരുന്നോട്ട് അങ്ങനെ കയറി അങ്ങ് ചെയ്തു കളയും, അറം പറ്റി ചെയ്തു കളയും. അത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്രയേ ഉള്ളൂ. പണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കരുത്. പണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കൈ വെച്ചാൽ മതി. അത് അനുഭവിക്കാൻ നമുക്ക് യോഗമില്ലാണ്ട് പോകും. നിഗളിപ്പ് കുറച്ചാൽ അവനവനെ നല്ലത്. നിനക്ക് ബുദ്ധിയില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് നീ കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ്. പടുവിട്ടി മന്ദബുദ്ധി ആയതുകൊണ്ടാണ് അത്രയും വലിയൊരു മണ്ടത്തരം നീ പറഞ്ഞത്. മിണ്ടാതെ അവിടെ നിന്നത് പൊട്ടി കരച്ചിലായിരുന്നെങ്കിൽ കേരളം നിന്റെ പിന്നിൽ നിന്നേനെ. ചിലപ്പോൾ അതിജീവിതയും കൂടെ എടുത്ത് കണ്ടിട്ടേനെ, അമ്മാതിരി ആയി പോകുമായിരുന്നു. പക്ഷെ ഇത് ആ വിധി തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പൊട്ടം പറഞ്ഞത്. ഏതായാലും പേട്ടൻ്റെ ആൾക്കാർ എന്നെ തിന്നാൻ വരണ്ട, ഉള്ള കാര്യം ഞാൻ എവിടെയും പറയും. എനിക്കാരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നന്ദി.